ഹായ് സുഹൃത്തുക്കളെ, വെൽക്കം ടു എജുഫിക്സ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MSc FSQM എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സാണ്. മാസ്റ്റർ ഓഫ് സയൻസ് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഈ ഒരു കോഴ്സ് ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമാണ്. ഡിസ്റ്റൻസ് ആയിട്ടാണ് ഇത് പഠിക്കേണ്ടത്. വീട്ടിൽ നിന്നോ ജോലി സ്ഥലത്ത് നിന്നുകൊണ്ടോ നിങ്ങൾക്ക് ചെയ്യാം. ഡെയിലി കോളേജിൽ പോകേണ്ട ആവശ്യമില്ല. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 years ആണ്. ഓക്കെ, നമുക്കറിയാം PG പ്രോഗ്രാംസൊക്കെ 2 years ആണ്. മാക്സിമം വരുന്നത് 4 year ആണ്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇതിൻ്റെ മീഡിയം വരുന്നത് ഇംഗ്ലീഷിലാണ് പുസ്തകം ഉണ്ടായിരിക്കുക, ഇംഗ്ലീഷിലാണ് എക്സാം എഴുതേണ്ടത്. സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്നായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് നോക്കാം. ഭക്ഷ്യസുരക്ഷ ഒരു വളർന്നു വരുന്ന മേഖലയാണ്. 2006 ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2011 പ്രാബല്യത്തിൽ വന്നത്. നിലവിൽ വന്ന ശേഷം ഇതിന് വളരെയധികം പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട് ഭക്ഷ്യസുരക്ഷയ്ക്ക്. അപ്പോൾ ഈ നിയമം നടപ്പിലാക്കിയതോടെ ഭക്ഷ്യ സംസ്കരണം, ഭക്ഷ്യപരിശോധന, ഭക്ഷ്യ നിയന്ത്രണം, ഓഡിറ്റിംഗ്, റിസ്ക് മാനേജ്മെൻറ്റ്, ശേഷി വർദ്ധിപ്പിക്കൽ തുടങ്ങിയ വിവിധ മേഖലകളിൽ യോഗ്യരായ ഭക്ഷ്യസുരക്ഷാ പ്രൊഫഷണലുകൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ ഭക്ഷ്യസുരക്ഷാ വിദഗ്ധരുടെ ആവശ്യം നിറവേറ്റുന്നതിനായി ഈ മേഖലയിൽ ഉയർന്ന യോഗ്യതയുള്ളവരെ വൻതോതിൽ വാർത്തെടുക്കുന്നതിനാണ് MSc ഇൻ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് പ്രോഗ്രാം വാഗ്ദാനം ചെയ്യുന്നത്. ഈ കോഴ്സിൽ തിയറി, പ്രാക്ടിക്കൽ, പ്രൊജക്റ്റ് വർക്ക്, ഡിസർട്ടേഷൻ തുടങ്ങിയവ ഉൾപ്പെടുന്നു. 1ാം വർഷ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് PG ഡിപ്ലോമ ഇൻ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെൻറ്റിൽ എക്സിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ PGD FSQM ഡിപ്ലോമ നേടിയവർക്ക് MSc 2ാം വർഷത്തിലേക്ക് നേരിട്ട് നേടാനുള്ള ലാറ്ററൽ എൻട്രി സൗകര്യവും ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം നോക്കാം. റെഗുലേറ്റർമാർ, വ്യവസായങ്ങൾ, അക്കാദമിക് ഗവേഷണ സ്ഥാപനങ്ങൾ, സർട്ടിഫിക്കേഷൻ ആൻഡ് അക്രഡിറ്റേഷൻ ബോഡികൾ, ഭക്ഷ്യവ്യാപാരം, ഭക്ഷ്യപരിശോധന, ഭക്ഷ്യപരിശീലനം എന്നിവയ്ക്കായി ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര മാനേജ്മെൻറ്റ് രംഗത്ത് യോഗ്യതയുള്ള പ്രൊഫഷണലുകളെ വളർത്തിയെടുക്കുക എന്നത് ഒരു ലക്ഷ്യമാണ്. ഭക്ഷ്യ ആവാസ വ്യവസ്ഥയിൽ മാറ്റം വരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷയും ഗുണനിലവാര മാനേജ്മെൻറ്റും, ഉദാഹരണത്തിന് ഭക്ഷ്യമാനദണ്ഡങ്ങൾ, ആഗോള മാനദണ്ഡങ്ങളുമായി യോജിച്ച് ഗുണനിലവാര മാനേജ്മെൻറ്റ് സിസ്റ്റങ്ങൾ, ഭക്ഷ്യവിശകലനം, ഇൻസ്ട്രുമെൻറ്റേഷൻ, റിസ്ക് അനാലിസിസ് മാനേജ്മെൻറ്റ്, ട്രേസബിലിറ്റി, ഓഡിറ്റിംഗ് സംബന്ധിച്ച വിവിധ വശങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കലും ഈ ഒരു കോഴ്സിൻ്റെ ഉദ്ദേശമാണ്. പ്രൊഫഷണലുകൾക്കായി ക്രിയാത്മകവും അച്ചടക്കമുള്ളതുമായ ഭക്ഷ്യസുരക്ഷാ സംസ്കാരം വളർത്തിയെടുക്കുക. ഉയർന്നു വരുന്ന ഭക്ഷ്യസുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തുകയും ശാസ്ത്രീയമായ നിയന്ത്രണ ചട്ടക്കൂട് രൂപീകരിക്കുകയും ചെയ്യലാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ കോഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ഇൻ സയൻസ്. അപ്പോൾ ഒരു BSc കോഴ്സാണ് ഇതിൻ്റെ എലിജിബിലിറ്റി. മാത്രമല്ല ടെക് ഇൻ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെൻറ്റിലോ, അഗ്രികൾച്ചറിലോ, ഫുഡ് സയൻസ്, ഫുഡ് ടെക്, എൻജിനീയറിംഗ്, ഹാവിങ് കെമിസ്ട്രി ആൻഡ് മൈക്രോബയോളജി സബ്ജക്ട്സ് ഉള്ള ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഹാർവെസ്റ്റ് ടെക്നോളജിയിലോ, ഹോം സയൻസിലോ, ലൈഫ് സയൻസിലോ, മൈക്രോബയോളജിയിലോ, കെമിസ്ട്രിയിലോ, ബയോ കെമിസ്ട്രിയിലോ, ബയോ ടെക്നോളജിയിലോ തുടങ്ങിയ ഇത്രയും സ്പെഷ്യലൈസേഷനിൽ BSc ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അത് ഓപ്ഷൻ A ആണ്. ഓപ്ഷൻ B PG ഡിപ്ലോമ ഇൻ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്. PGD FSQM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു PG ഡിപ്ലോമ കോഴ്സ് എടുത്തവർക്ക് ഫസ്റ്റ് ഇയർ എഴുതാതെ സെക്കൻഡ് ഇയറിലേക്ക് ലാറ്ററൽ എൻട്രി കിട്ടുന്നതാണ്. മനസ്സിലായല്ലോ. These diploma holders should have also one of the qualification mentioned at. അപ്പോൾ ഈ ഒരു ഡിഗ്രി ഉള്ളവരും ഈ ഒരു PG ഡിപ്ലോമ കോഴ്സ് ഉള്ളവർക്കും ഫസ്റ്റ് ഇയർ എഴുതാതെ, ഫസ്റ്റ് ഇയർ പഠിക്കാതെ നേരിട്ട് സെക്കൻഡ് ഇയറിലേക്ക് എൻട്രി ലഭിക്കുന്നതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ who have completed 32 credits will also have to complete an additional project work, industrial training, report, food testing, lab training of 4 credits in the second year. 32 ക്രെഡിറ്റിനുള്ള ഈ ഒരു PG ഡിപ്ലോമ കോഴ്സാണ് പാസ്സായിട്ടുള്ളവരെന്നുണ്ടെങ്കിൽ അവർ അഡീഷണലി ഒരു പ്രൊജക്റ്റ് വർക്ക് കൂടി ചെയ്യേണ്ടി വരും സെക്കൻഡ് ഇയറിലോട്ട് അഡ്മിഷൻ കിട്ടാൻ എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് കണക്ട് ചെയ്താൽ നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ 13,000 രൂപയാണ് പെർ ഇയർ. അപ്പോൾ 2 വർഷത്തേക്ക് 26,000 രൂപ. എക്സാം ഫീസ് അഡീഷണലി സെപ്പറേറ്റ് സബ്ജക്റ്റിന് 200 രൂപ.
അതുപോലെ തന്നെ പ്രൊജക്റ്റിന് സെപ്പറേറ്റ് 400 രൂപ, അതുപോലെ തന്നെ നമ്മുടെ പ്രാക്ടിക്കലിന് 400 രൂപ. ഇങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത്. അതായത് സമയങ്ങളിൽ ചില മാറ്റങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരും എന്ന് മാത്രം. ഇപ്പോൾ ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പെർ ഇയർ 13,000 രൂപ രജിസ്ട്രേഷൻ ഫീയും ഡെവലപ്മെൻറ്റും ഫസ്റ്റ് ഇയറിൽ ഉണ്ടാകും. ഇപ്പോൾ ഫസ്റ്റ് ഇയർ ഫീസ് 13,700, സെക്കൻഡ് ഇയർ ഫീ 13,000 വരിക. നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ ഫീസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വേണ്ട എന്നുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് സോഫ്റ്റ് കോപ്പി ചൂസ് ചെയ്താൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്, അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15% ഈ പേയ്മെൻറ്റിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഇതിന് ഏകദേശം ആ റേഞ്ച് വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലാറ്ററൽ എൻട്രീൻ്റെ ക്രെഡിറ്റ് ട്രാൻസ്ഫറിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സിന് ലാറ്ററൽ എൻട്രി ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റിൻ്റെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ റീജിയൻ സെൻറ്റർ വഴിയാണ് നടത്തപ്പെടുക. അപ്പോൾ അതിനുള്ളൊരു ഫോമൊക്കെ ഉണ്ട്, അത് പൂരിപ്പിച്ച് റീജിയൻ സെൻറ്ററിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം നൽകലാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇത്രയും സബ്ജക്റ്റുകളാണ്. 1, 2, 3, 4, 5, 6, 7, 8 സബ്ജക്റ്റുകളുണ്ട്. അതിൽ 8ാമത്തേത് ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ പ്രൊജക്റ്റ് അങ്ങനെ ചെയ്യണം എന്നുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടെന്ന് കണ്ടു നോക്കൂ. ബാക്കിയുള്ളതൊക്കെ തിയറി പേപ്പേഴ്സാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് 1, 2, 3, 4, 5, 6, 7, 8 ഇവിടെ 8 സബ്ജക്റ്റുകളാണ് ഉള്ളതെങ്കിലും ഇവിടെ MOOC ഓൺ നോവൽ ടെക്നോളജീസ് ഫോർ ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് ഷെൽഫ് ലൈഫ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സ് MVP 008 എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ഇവിടെ നൽകിയിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ഇവിടെ MVPS 001 എന്ന് പറയുന്ന ഒരു സെമിനാറാണ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റഡി സെൻറ്ററിൽ വെച്ചിട്ടായിരിക്കും. MVPP 002 ഡിസർട്ടേഷന്, പ്രബന്ധം, അങ്ങനത്തെ കാര്യങ്ങളാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 16 ക്രെഡിറ്റ്സ് ആണിത്. അപ്പോൾ MVPP 004 എന്ന് പറയുന്ന പ്രോജക്റ്റ് ഫസ്റ്റ് പ്രോജക്റ്റ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ചെയ്യുന്നു, സെക്കൻഡ് പ്രോജക്റ്റ് നമ്മൾ സെക്കൻഡ് ഇയറിലും ചെയ്യുന്നു. സ്റ്റുഡൻസ് ആർ റിക്വസ്റ്റഡ് ടു എൻറോൾ ഫോർ MOOC on novel technologies for food processing and shelf extension offered by Professor Hari Nivas Misra, IIT Gorakhpur at Swayam platform. So successful completion of MOOC is required for ഇത് ഈ MSc ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ഇഗ്നോയുടെ സ്വയം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, MOOC എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഴ്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതിലുള്ള ഡീറ്റെയിൽസൊക്കെ സ്റ്റഡി സെൻറ്റർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സ്റ്റഡി സെൻറ്റർ ഇതിന് കോർഡിനേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് കേരളത്തിൽ കൊച്ചിൻ റീജിയൻ സെൻറ്ററിൽ ലാബ് ചീഫ് ഇൻ്റർഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോളേജിലാണ് നിങ്ങൾക്ക് സ്റ്റഡി സെൻറ്റർ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഈ ഒരു ഒറ്റ കോളേജ് മാത്രമേ കൊച്ചിൻ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ വരുന്നുള്ളൂ ഈ ഒരു കോഴ്സിന്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കേരളത്തിൻ്റെ മധ്യഭാഗത്തുള്ളവർ കൊച്ചിൻ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഈ ഒരു കോളേജാണ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് കേരളത്തിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. ട്രിവാൻഡ്രത്ത് 2 കോളേജസുകളുണ്ട്. കോളേജ് ഓഫ് മാർ ഇവാനിയസും ഇൻഡിജീനിയസ് ഫുഡ് ടെക്നോളജിയും ഈ 2 കോളേജസുകളാണ് ഉള്ളത്. പിന്നെ നമുക്ക് വടകര റീജിയൻ സെൻറ്ററിൽ കാണിക്കുന്നില്ല. വടകര റീജിയൻ സെൻറ്ററിൽ ഈ ഒരു കോഴ്സ് ഇല്ല. അപ്പോൾ നമുക്ക് കേരളത്തിൽ 3 സ്റ്റഡി സെൻറ്ററാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കൊച്ചിയിൽ 1, അതുപോലെ തിരുവനന്തപുരത്ത് 2 സ്റ്റഡി സെൻറ്ററുകളാണുള്ളത്. അപ്പോൾ നമുക്കതിൽ മാത്രമേ ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഡിസർട്ടേഷനോ സെമിനാർ അതുപോലെയുള്ള അസൈൻമെൻറ്റ് സബ്മിഷനൊക്കെ വേണ്ടിയിട്ട് ഈ കോളേജിൽ പോവേണ്ടി വരും. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഏകദേശം 7 അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് ഏകദേശമാണ് പറയുന്നത് ഒരു 5 അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എത്ര എണ്ണമാണെന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് സ്റ്റഡി സെൻറ്റർ അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ മെയിൽ വഴിയോ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയോ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് ഇഗ്നോയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് കണക്ട് ചെയ്താൽ മതി. മുഴുവൻ ഡീറ്റെയിൽസുകളും അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് എങ്ങനെ ചെയ്യണം, അതിൻ്റെ ഫീ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം വളരെ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും.
അതുപോലെ തന്നെ കൂടുതൽ കോഴ്സുകളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയിക്കാൻ ഇതൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്തോളൂ. താങ്ക്